പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പിമ്പിൾസ് വരുന്നത്. അപ്പൊ ഞാനിപ്പം പിമ്പിൾ ഫ്രീ സ്കിന്നാണ് വേണ്ടത്. ഓക്കെ, ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ദില ഹിയർ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കുറെ പേര് ചോദിക്കാറുണ്ട് പിമ്പിൾസ് എങ്ങനെയാണ് വരാതിരിക്കുന്നതെന്ന്. അപ്പം എനിക്ക് ഇപ്പൊ കൊച്ചിലോട്ടാണെങ്കിൽ എനിക്ക് അങ്ങനെ ആക്നിയുള്ള സ്കിൻ അല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ചിലപ്പോൾ മുട്ട കഴിക്കുമ്പോഴോ, ഇപ്പൊ നമ്മൾ മുട്ട ഡെയിലി കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിക്കുമ്പോഴത്തേക്ക് കുരു വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് കുരു വരാറുണ്ട്. അങ്ങനൊക്കെ മനസ്സിലായോ? ഈ ഓയിലി ഒരുപാട് ജങ്ക് ഫുഡ് കഴിച്ച് ഓയിൽ കൂടുമ്പോഴത്തേക്കും, എണ്ണയുടെ ഇത് കൂടുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാൻ പറ്റും കുരു വരാറുണ്ട്. അല്ല നോർമലി എനിക്ക് ആക്നി ഉള്ള സ്കിൻ അല്ല, എനിക്ക് ഓയിലി സ്കിന്നാണ്. പക്ഷെ ആക്നി വരും, മനസ്സിലായി. ഇറ്റ്സ് നോട്ട് ലൈക്ക് പെർമനന്റ് ആക്നി വരുന്ന സ്കിൻ അല്ല. അത്ര നോക്കി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഹൗ നമുക്ക് പിമ്പിൾസിനെ ഒഴിവാക്കാൻ പറ്റുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് ഞാനൊരു 3 ടൈപ്പ് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരാം. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മള് ആളുകളൊക്കെ പറയാറുണ്ട് ഇത് കണക്ക് ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ഇടത്തില്ല, ഞാൻ ജസ്റ്റ് സൺസ്ക്രീമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടത്തുള്ളൂ. ഗായ്സ്, നിങ്ങൾ സൺസ്ക്രീമും ലിപ്സ്റ്റിക്കും ഇട്ടാലും മതി, മനസ്സിലായോ? അതിനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ അപ്പം തന്നെ പോയി നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് കഴുകി കളയണം, മനസ്സിലായോ? അല്ലെങ്കിൽ അതിന്റെ റെസിഡ്യൂവിനകത്തിരുന്ന് നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇഫ് യു ആർ കോമ്പിനേഷൻ ഓർ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ചാൻസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന വരുമെന്നല്ല, പ്രോബിലിറ്റി ഈസ് ഹയർ ആസ് കമ്പയർഡ് ടു അതർ സിറ്റുവേഷൻസ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ എന്താണ്, കുളിക്കുമ്പോഴേ കുളി കഴിഞ്ഞിട്ട് മാത്രമേ ഫേസ് വാഷ് ചെയ്യും. ഇപ്പം ഇവൻ ഞാൻ തന്നെ പണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുളിക്കുമ്പോഴാണ് ഈ കൂടുതലും നമ്മൾ ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എണ്ണ തേച്ചിട്ടും കുളിക്കുന്നത്, അപ്പോൾ ആ എണ്ണ ഇങ്ങനെ ഇറങ്ങി അപ്പോഴും പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പിമ്പിൾ ഫ്രീ സ്കിന്നാണ് വേണ്ടത്. ഓക്കെ, പിമ്പിൾ കഴിഞ്ഞ അടുത്തയാണ് ഡാർക്ക് സ്പോട്ട്സ്. ഓക്കെ, അതുകൊണ്ട് നോക്കുക. ഇനി അടുത്ത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോൺ കവറില്ലേ, ഫോണിന്റെ കവർ, ഈ ഫോണിന്റെ കവർ എപ്പോഴും പിടിച്ച് ഇങ്ങനെ വെച്ചാലേ നമ്മളെല്ലാവരും നടക്കുന്നത്. അപ്പം അത് ഇച്ചിരി വൃത്തിയാക്കി സൂക്ഷിക്കണം, അതിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കിടക്കുന്ന പില്ലോ ഇല്ലേ, അതൊരു 3-4 ഡേയ്സ് കൂടുമ്പോൾ മാറ്റണമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. കണക്ക് അങ്ങനെയും നിങ്ങൾക്ക് ആ ഒരു അഴുക്കാകുമ്പോൾ ആ ഒരു ഇതും കൊണ്ടും വരുമെന്ന് പറയാം. പക്ഷെ അത് എനിക്കും വലിയ മടിയാണ്, ഈ 3-4 ദിവസം കൊണ്ട് പില്ലോ മാറ്റുക എന്ന് പറഞ്ഞാൽ. ബട്ട് അതും ഒരു റീസൺ ആണ്. പക്ഷെ നമ്മൾ ചെയ്താൽ കുറച്ചുകൂടെ ഇങ്ങനെ ഭയങ്കര ആക്നിയൊക്കെ ഉള്ളവർക്ക് മാറാൻ പറ്റുമെന്ന്. പിന്നെ ഇതൊന്നും അല്ലാതെ നമുക്ക് ഈ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഇങ്ങനെ ആക്നി വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ ആക്നി വരും. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇത് നോർമൽ കണ്ടീഷൻസ് ആളുകൾക്ക് ആക്നി ഒഴിവാക്കുന്ന സിറ്റുവേഷൻസ് ആണെന്ന് പറഞ്ഞാൽ, നോർമൽ ആക്നി വന്നിട്ട് ഇപ്പോൾ കുരു വന്നിട്ട് പോകത്തില്ലേ, പിന്നെ മെയിൻ കുരു വന്നാൽ പൊട്ടിക്കാനേ പോകരുത്. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇവൻ ഞാനും പണ്ട് കുരുവിനെ തൊടാനേ പോകരുത്. പിന്നെ ചിലരൊക്കെ പിമ്പിൾ പാച്ചസ് ഒക്കെ വെക്കും, ഐ ഫൈൻഡ് ഇറ്റ് ക്യൂട്ട്. പക്ഷെ ഞാൻ പിമ്പിൾ പാച്ചസ് വെച്ചിട്ടില്ല. ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട് ഓവർ ഹിയർ, അവളിങ്ങനെ പിമ്പിൾ പാച്ചൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പിമ്പിൾ വന്നാൽ പിന്നെ അതിനെ മൈൻഡ് ചെയ്യാറില്ല. പിമ്പിൾ വന്നാൽ അതിനെ ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. അപ്പോൾ തന്നെ പാവം ഞാൻ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണോ എന്താ തന്നെ അങ്ങ് പൊക്കോളൂ, അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഈ പിമ്പിൾ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ആക്നി മാർക്സ് ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടി നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് അല്ലെ ആക്നി മാർക്സ് മാറാൻ വേണ്ടി സെറംസ് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. നയാസിനമൈഡ് സെറം നല്ലതാണ്, വൈറ്റമിൻ സി സെറം നല്ലതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സെറംസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കൊറിയനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നയാസിനമൈഡ് ഉള്ള സെറം വാങ്ങണം. അപ്പം എൻ്റെ കയ്യിൽ നയാസിനമൈഡ് ഇല്ല, ഞാൻ നയാസിനമൈഡ് സെറം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇനി ഉപയോഗിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ പോയി 10%, 20% വാങ്ങാൻ പോരുത്. ജസ്റ്റ് കുറച്ച് 5%, അപ്പം അതിൽ താഴെയോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസോ ഒക്കെ ഇട്ടെന്ന് വേണം നോക്കിയിട്ട് വേണം ഇടാൻ. അല്ലാതെ ഇതൊക്കെ ഇട്ടാലും പ്രശ്നം വരും, മനസ്സിലായോ? കാരണം നമ്മുടെ സ്കിന്നിന് ഇറ്റ് ഇസ് നോട്ട് ടു അക്സെപ്റ്റ് അതർ തിങ്സ്. പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പതുക്കെ അതിനെ യൂസ് കുറച്ച് തൊട്ട് തലോടി കൊടുക്കുന്നു പറഞ്ഞതൊക്കെ നമ്മളൊരു വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്താൽ മേ ബി യു വിൽ ഗോ, മനസ്സിലായോ? ഞാൻ ഒരു നയാസിനമൈഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിന്റെ റിവ്യൂ ഞാൻ പറയാം. വരട്ടെ, സംഭവം എത്തിയില്ല. നൈക്ക ഹോൾ ഇസ് ഹാപ്പനിങ് ഗൈസ്, സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഗോ ഗ്രാബ് സം ബാഗ്, ഗ്രാബ് സം മണി, ഫിൽ യുവർ ബാഗ്സ്. ബൈ ബൈ.